CCAT പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് CCAT. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും CBCI ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ധ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അധ്യാപകർ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മതബോധന ഗ്രന്ഥത്തിലെ ക്രിസ്തുവിലുള്ള ജീവിതം എന്ന 3-ാം ഭാഗത്തിലെ മനുഷ്യനും സാമൂഹിക ജീവിതവും എന്ന 2-ാം അധ്യായമാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, CCATൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് എന്ന യാഥാർത്ഥ്യത്തെ മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്ന ഭാഗമാണ്. നമുക്കറിയാം, നാം എല്ലാവരും സമൂഹത്തിലെ അംഗങ്ങളാണ്, അല്ലേ? നിങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകർ എന്ന് പറയുന്നത് ഒരു സമൂഹമാണ്, ശരിയല്ലേ? നിങ്ങളുടെ സൺഡേ സ്കൂളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? ഒരു സമൂഹമായിട്ട് ജീവിക്കണമെങ്കിൽ അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. സൺഡേ സ്കൂളിലെ കാര്യങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത്? വികാരിയച്ഛൻ, ഹെഡ് മാസ്റ്റർ, അതുപോലെ നിങ്ങൾ അധ്യാപകർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഒരു അധികാര ശ്രേണി അവിടെ പറഞ്ഞു, അല്ലേ? സമൂഹം ആയി നിലനിൽക്കണം എന്നുണ്ട് എങ്കിൽ ആ സമൂഹത്തിൽ ചില അധികാര സ്ഥാനത്തുള്ളവരെ നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്, അല്ലേ? സിസ്റ്റർ മഠത്തിലെ അംഗമാണ്, അല്ലേ? ഏത് സഭയാണ്? സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് എലിസബത്ത്. സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് എലിസബത്ത്. പ്രേക്ഷകർക്ക് നിങ്ങളുടെ സഭയൊന്ന് പരിചയപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചതാണ്. സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് എലിസബത്തിലെ സിസ്റ്ററാണ്. മഠത്തിലെ കാര്യം ആരാണ് സിസ്റ്റർ തീരുമാനിക്കുക? സുപ്പീരിയർ. മഠത്തിലൊരു സുപ്പീരിയർ ഉണ്ട്, അത് ശരിയാണ്. ഏത് സമൂഹത്തിലും ഒരു അധികാരിയുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കുടുംബം, അല്ലേ? കുടുംബജീവിതം നയിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. ടീച്ചറിൻ്റെ വീട്ടിലെ കാര്യം ആരാണ് തീരുമാനിക്കുന്നത്? കുടുംബനാഥൻ. കുടുംബനാഥൻ തീരുമാനിക്കുന്നു. പുള്ളി ഏകപക്ഷീയമായി രാവിലെ കൽപ്പനകൾ പുറപ്പെടുവിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, പിന്നെന്താ ചെയ്യുക? വീട്ടിലുള്ള ഭാര്യ മക്കളുമായിട്ട് ആലോചിച്ചിട്ടാ. വീട്ടിലുള്ള ഭാര്യയും മക്കളും എന്ന് പറഞ്ഞാൽ നമ്മൾ, അല്ലേ? യെസ്, വീട്ടിലുള്ള ഭാര്യയും മക്കളുമായിട്ട് ആലോചിച്ചാണ് കാര്യം. അപ്പോൾ അധികാരം എന്ന് പറയുന്ന ഒരു ഏകാധിപത്യമല്ല, മറിച്ച് ഈ അധികാരത്തിൽ ഒരു പങ്കാളിത്ത സ്വഭാവമുണ്ട്. വികാരിച്ചൻ രാവിലെ അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ നിങ്ങളുടെ സൺഡേ സ്കൂൾ ഓഫീസിൻ്റെ മുമ്പിൽ ഇന്നത്തെ കൽപ്പനകൾ എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്? അല്ല. വികാരിച്ചൻ പറയും, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്റ്റാഫ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്താണ് കാര്യങ്ങൾ തീരുമാനിക്കുക, അല്ലേ? അപ്പോൾ ഒരു അധികാരമുണ്ട്, പക്ഷേ അധികാരം പങ്കാളിത്ത സ്വഭാവത്തോടുകൂടി ഉള്ളതാണ് താനും. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അതായത് തിരുസഭയിൽ സമൂഹ ജീവിതം നയിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത് നാം എല്ലാവരും അധികാര ശ്രേണികൾക്ക് വിധേയപ്പെട്ടവരാണ്. അതില്ലാതെ പോയാൽ അരാജകത്വമാണ്, കുത്തഴിഞ്ഞ അവസ്ഥയാവും, അല്ലേ? വീട്ടിൽ അപ്പൻ പറയുന്നതിന് പുല്ല് വില കൊടുക്കുന്ന പിള്ളേരാണെന്ന് വിചാരിക്കുക, ആ വീട് തകർന്നു, അല്ലേ? യെസ്. കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് കുടുംബനാഥനെ അനുസരിക്കാനും വിധേയപ്പെട്ട് ജീവിക്കാനും കുടുംബാംഗങ്ങൾ തയ്യാറാകുന്നിടത്താണ് കുടുംബത്തിൻ്റെ വിജയം എന്ന് പറയുക. അതില്ലാതെ പോകുമ്പോൾ അപകടമാണ്. സമൂഹത്തെ സമൂഹമായി നിലനിർത്തുന്നതിന്
ഇപ്രകാരം കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയ്ക്ക് ഒരു നേതാവ് ഉണ്ട്, ആ നേതാവിൻ്റെ അധികാരത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. ഈ നേതാവ് എന്ന് പറയുന്നത് വെറുതെ കയറി ഞാൻ നേതാവാണെന്നും പറഞ്ഞ് തൊപ്പിയും വെച്ചിരിക്കുന്നതല്ല, മറിച്ച് ആ നേതാവ് നിയമാനുസൃതമായ വഴികളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാകണം. ജനാധിപത്യ രാജ്യത്തിൽ ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇന്ന് മുതൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാൾ കയറിയിരുന്ന മുഖ്യമന്ത്രിയാകുകയല്ല. ഈ രാജ്യത്തെ പൗരന്മാർ രാജ്യത്തെ വ്യവസ്ഥാപിത നിയമങ്ങൾക്കനുസൃതമായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തെ എല്ലാവരും മുഖ്യമന്ത്രിയായി അംഗീകരിക്കുക, അല്ലേ? പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന അങ്ങനെയാണ്, സുപ്പീരിയറെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ്, മഠത്തിൽ പോലും, അല്ലേ? സിസ്റ്റേഴ്സിൻ്റെ എല്ലാ അഭിപ്രായം പാലിച്ചുകൊണ്ട് പോൺഷ്യാളമ്മ ഒരാളെ കമ്മ്യൂണിറ്റിയുടെ സുപ്പീരിയറാക്കുന്നു. സിസ്റ്റേഴ്സ് എല്ലാം കൂടിയാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? പ്രൊവിൻഷ്യലിനെ തിരഞ്ഞെടുക്കുന്നത്. അതായത് നിയമാനുസൃതം തിരഞ്ഞെടുക്കപ്പെട്ട അധികാരിയായിരിക്കും, അല്ലേ? അപ്രകാരം ഈ അധികാരം എന്ന് പറയുന്നതിന് ഇങ്ങനൊരു പാരസ്പര്യമുണ്ട്. അധികാരി നിയമാനുസൃതം ആ സ്ഥാനത്ത് എത്തിയ ആളായിരിക്കണം. അധികാരി കൂടിയാലോചനയിലൂടെ കാര്യങ്ങൾ നടത്തേണ്ട ആളാണ്. പക്ഷേ അധീനരായവരുടെ ഉത്തരവാദിത്വം എന്താണ്? അവരെ അനുസരിക്കുക, വിധേയപ്പെട്ട് ജീവിക്കുക. അത് പ്രധാനപ്പെട്ടതാണ്. അത് സമൂഹത്തിൽ ജീവിക്കുന്നതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളൊന്നും ഞാൻ അനുസരിക്കുകയില്ല, ഞാൻ അതിനെല്ലാം ഉപരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? ഇല്ല. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതിക്ക്, നിയമങ്ങൾക്ക്, രാജ്യത്തെ അധികാരികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ ഒരു ഇന്ത്യൻ പൗരന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളാണെങ്കിലും നമ്മളെല്ലാവരും പ്രധാനമന്ത്രിയായി കരുതി ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളാകട്ടെ, അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതാണ് ഒരു സമൂഹ ജീവിതത്തിന് വേണ്ട ഒന്നാമത്തെ കാര്യം. ഏതാണ് ഒന്നാമത്തെ കാര്യം? അധികാരമുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ അധികാരം നിയമാനുസൃതമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണെന്ന് ഉറപ്പുവരുത്തുകയും ആ അധികാരിയെ അനുസരിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സത്യമാണ്. ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കവേ ഞാനിതൊന്നും അനുസരിക്കുകയില്ല എന്ന് പറയുന്നത് സമൂഹ ജീവിതത്തിന് ചേർന്നതല്ല. കുടുംബത്തിൽ മാതാപിതാക്കളെ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞ് മക്കൾ കലാപം തുടങ്ങിയാൽ അത് ശരിയല്ല. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഒരു മെത്രാനായ ഞാൻ റോമാ മാർപ്പാപ്പ പറയുന്നൊന്നും അനുസരിക്കുകയില്ല, ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ചേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഭയിലെ അംഗമായിരിക്കാൻ എനിക്ക് അവകാശമുണ്ടോ? ഇല്ല. തന്നിഷ്ടമല്ല നമ്മൾ ആരും പ്രവർത്തിക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്കേണ്ട സത്യം ഇത്, ഈ ഒരു സമൂഹത്തിൻ്റെ അംഗമായിരിക്കുമ്പോൾ ആ സമൂഹത്തിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനെ അടിമത്തമായിട്ടോ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ദയനീയാവസ്ഥയായിട്ടോ നമ്മൾ പരിഗണിക്കാൻ പാടില്ല. ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥിതിയിൽ ആ പൗരന്മാർ സംതൃപ്തരായി ജീവിക്കുന്നത് പോലെ ഏത് സമൂഹത്തിലെയും അംഗങ്ങൾ ആ സമൂഹത്തിൻ്റെ നിയമവ്യവസ്ഥിതിക്ക് വിധേയമായി ജീവിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. അധികാരം മാത്രമല്ല, അധികാരമുള്ള വ്യക്തി പൊതുനന്മയെ കരുതി സമൂഹത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് പറയുക? നിയമം എന്ന് പറയും. ആ നിയമം നിയമാനുസൃതമായുള്ള അധികാരി നൽകിയതായിരിക്കണം. വെറുതെ ആരെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. നിയമാനുസൃതമുള്ള അധികാരി പറഞ്ഞ നിയമമായിരിക്കണം. അത് പൊതു നന്മയെ കരുതി പറയുന്നതായിരിക്കും. അത് വ്യക്തി സ്വാതന്ത്ര്യത്തെയോ അതല്ല എങ്കിൽ മനുഷ്യാവകാശത്തെയോ ലംഘിക്കുന്നതാകാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ നിയമം ഉണ്ടാക്കുകയാണ്, ഇന്ന് മുതൽ ഇന്നയാളെ കൊന്നുകളഞ്ഞേക്കും, അങ്ങനെ നിയമം ഉണ്ടാക്കാൻ പാടില്ല. അത് ചെയ്യാൻ രാജ്യത്തെ
ന്യായാധിപന്മാർക്ക് അത്രമേൽ കൃത്യതയോടുകൂടി എടുക്കേണ്ട ഒരു തീരുമാനം മാത്രമാണ് വധശിക്ഷ എന്നൊക്കെ പറയുന്നത്. എങ്കിൽ പോലും അതിൽ തെറ്റുപറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭ വധശിക്ഷയെ അനുകൂലിക്കുന്നില്ല എന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന നിയമങ്ങൾ ആരും ഉണ്ടാക്കാൻ പാടില്ല. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്നത് ചെയ്യാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിത് അനുസരിക്കുകയില്ല എന്ന് പറയുന്നതല്ല വ്യക്തി സ്വാതന്ത്ര്യം. മറിച്ച് മനുഷ്യാവകാശം എന്ന് പറയുന്നത് എനിക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പോരുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ എനിക്ക് അനുവദിച്ച് കിട്ടാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുക. എന്നാൽ ചില വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് പരിമിതിയുമുണ്ട്. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എന്ന് അപ്പസ്തോലനായ പൗലോസ് പറയും, അല്ലേ? അത് പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കുമ്പോൾ രാജ്യത്തെ പ്രായപൂർത്തിയായ ഏതൊരു പൗരനും വിവാഹ ജീവിതം നയിക്കാൻ അവകാശമുണ്ട്. അത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അവർക്ക് വിവാഹം കഴിച്ച് ജീവിക്കാം. ഏതെങ്കിലും ഒരു കത്തോലിക്ക വൈദികനോ സിസ്റ്ററോ ഇപ്രകാരം ചിന്തിച്ചാൽ അത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അൽമായർ സമ്മതിച്ചു കൊടുക്കുമോ? അതിന് നിങ്ങൾക്ക് സമ്മതിക്കാൻ എത്ര വിഷമം? എന്താണ് സാറേ സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ട്? നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ സഭയുടെ കാഴ്ചപ്പാടും അനുസരിച്ച് അങ്ങനെ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യെസ്, അതായത് സാറ് പറയാൻ ശ്രമിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സത്യമാണ്. അതായത് നിയമപരമായി ചില കാര്യങ്ങൾ അനുവദനീയമാകാം, പക്ഷേ ഒരു സമൂഹത്തിൻ്റെ പ്രത്യേക നിയമങ്ങൾ ചില നിർദ്ദേശങ്ങൾ കർക്കശമായി പാലിക്കാൻ നിർബന്ധിതമാക്കുന്നുണ്ട് നമ്മളെ. ഇപ്പോൾ പട്ടാളത്തിൽ ചേരുന്നവർക്ക് പട്ടാളത്തിൻ്റേതായ നിയമവ്യവസ്ഥതയുണ്ട്. അവർക്ക് തോന്നുമ്പോൾ വീട്ടിൽ പോകാനൊന്നും പറ്റിയല്ല, അല്ലേ? തോന്നുമ്പോൾ ഇറങ്ങി പോവുക, അവധിക്ക് അപേക്ഷിച്ച് അനുവദിച്ച് കിട്ടിയാൽ മാത്രം പോവുക. ഇനി 10 ദിവസം അവധിക്ക് എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും കൽപ്പന വരുന്നത് എന്താണ്? ഉടൻ റിപ്പോർട്ട് ചെയ്യുക. അന്നേരം അവർ പോയിരിക്കും. അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. വർഷത്തിൽ 1 മാസം അവധി എൻ്റെ പൗരസ്വാതന്ത്ര്യമാണ്, ഞാൻ പോവുകയില്ല എന്ന് പട്ടാളക്കാരൻ പറഞ്ഞ് നടക്കുമോ? ഇല്ല. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ചില വ്യവസ്ഥാപിത സമൂഹങ്ങളിലാകുമ്പോൾ അതിന് പരിമിതികൾ നിശ്ചയിക്കപ്പെടും. അതും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അധികാരം, നിയമം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതികൾ ഇവയൊക്കെയും സമൂഹ ജീവിതത്തെ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുന്നു, അതിനകത്തൊരു സംശയവുമില്ല. പക്ഷേ ഈ സമൂഹ ജീവിതം ശാന്തവും സമാധാനപൂർണവും ആകണമെങ്കിൽ ഇപ്രകാരമുള്ള വ്യവസ്ഥാപിത അധികാരങ്ങളെയും നിയമങ്ങളെയും അംഗീകരിക്കാനും അനുസരിക്കാനും അതുപോലെ തന്നെ പൊതുനന്മയെ കരുതി ചില വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനുമുള്ള മനസ്സ് നാം ആർജിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുക. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചർച്ചകളുടെ സമയത്ത് കണ്ടെത്താം. മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് അഭിവിദ്യ പിതാവിൻ്റെ നല്ല ഒരു ക്ലാസ് നമുക്ക് ലഭിച്ചു, അല്ലേ? തീർച്ചയായിട്ടും ഇനി നമ്മൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി നമ്മുടെ ചോദ്യങ്ങൾ നമ്മൾ രൂപീകരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ചോദ്യങ്ങൾ നമ്മൾ പിതാവുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ചർച്ചകളിലേക്ക് പ്രവേശിക്കാം. ഗൗരവമുള്ള ചർച്ചകളൊക്കെയാണല്ലോ നടന്നത്, അല്ലേ? ഓക്കെ, ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, സിസ്റ്ററാണ്. സിസ്റ്ററിന്റെ പേരെന്താണ്? എൻ്റെ പേര് സിസ്റ്റർ നാൻസി. നാൻസി, സിസ്റ്ററിന്റെ ചോദ്യം എന്താണ് ഇനി? പിതാവേ, മാനവ സമൂഹത്തിൻ്റെ വിളി ദൈവത്തിൻ്റെ ഛായ പ്രതിഫലിപ്പിക്കണമെന്നും
ഏകജാതൻ്റെ ഛായയിലേക്ക് രൂപാന്തരപ്പെടണമെന്നും പറയുന്നുവല്ലോ. യഥാർത്ഥത്തിൽ ഈ ഛായ എന്നതുകൊണ്ട് എന്താണ് അന്വർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ എപ്രകാരമാണ് ഈ ഛായയെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുന്നത്? യെസ്, സിസ്റ്റർ വളരെ കഠിനമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദ്യം എന്താണെന്ന് എനിക്കും കാര്യമായി മനസ്സിലായിട്ടില്ല, അല്ലേ? ചായ, കാപ്പി എന്നൊക്കെ മനസ്സിലായി. വാസ്തവത്തിൽ മതബോധന ഗ്രന്ഥത്തിലെ ഒരു വാചകമാണ് സിസ്റ്റർ ചോദിക്കുന്നതെന്ന്, അല്ലേ? അതായത് ദൈവം മനുഷ്യനെ വിളിച്ചിരിക്കുന്നത് തൻ്റെ ഛായയോട് സാദൃശ്യപ്പെടാനാണ് എന്ന് പറഞ്ഞു. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവം കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം കൂട്ടായ്മയിലാണ് ഇരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം പറയുന്നതും അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്നാണ് പറയുന്നത്. ദൈവം തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ്. കാരണം എന്താണ്? ദൈവം 3 വ്യക്തികൾ ചേർന്ന ഏക അസ്തിത്വമാണ്. സത്തയിൽ ഒന്നായിരിക്കുന്നു, എന്നാൽ 3 വ്യക്തികളാണ്, ത്രിത്വൈക ദൈവമാണ്. എന്നതുപോലെ മനുഷ്യനെ ദൈവം വിളിച്ചിരിക്കുന്നത് സമൂഹമായിട്ട്, ഈ 3ൻ്റെ കൂട്ടായ്മ പോലെ സമൂഹമായി ജീവിക്കാനാണ്. ആ സമൂഹമായി ജീവിക്കുമ്പോൾ ഒരു മനസ്സോടെ ചിന്തിക്കാനും ഒരു മനസ്സോടെ പ്രവർത്തിക്കാനും കഴിയണം. അതുകൊണ്ട് ദൈവീക ഛായയിൽ പങ്കുചേരാനുള്ള വിളിയാണ് മനുഷ്യന് എന്ന് മതബോധന ഗ്രന്ഥം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദൈവീകമായ ഈ കൂട്ടായ്മ, ത്രിത്വൈക കൂട്ടായ്മയെ മാതൃകയാക്കി സമൂഹമായി ജീവിക്കാനുള്ള വിളിയാണ് മനുഷ്യകുലത്തിന് ദൈവം കരുതി വച്ചിരിക്കുന്നത് എന്നാണ്. എങ്ങനെയാണ് ഈ ദൈവിക കൂട്ടായ്മയിൽ നമുക്ക് പങ്കാളിയാകാൻ പറ്റുക? എങ്ങനെയാണ് ഈ ഏകജാതൻ്റെ ഛായയിൽ നമുക്ക് പങ്കാളിത്തം ലഭിക്കുക എന്നുകൂടി സിസ്റ്റർ ചോദിക്കുകയുണ്ടായി. അത് ത്രിത്വൈക ദൈവത്തിൽ അവരെങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇപ്രകാരം ഛായയിൽ പങ്കാളിത്തം ലഭിക്കുക. ത്രിത്വൈക ദൈവത്തിൽ എങ്ങനെയാണ്? ആരാണ് ത്രിത്വൈക ദൈവത്തിലെ വലിയവൻ എന്ന് ചോദിച്ചാൽ ആരായിരിക്കും വലുത്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുല്യ റോളാണ്, തുല്യ പദവിയാണ്. എന്നാലും പിതാവാണ്, പിതാവ് തന്നെയായിരിക്കും, അല്ലേ? പിതാവിൻ്റെ പ്രഥമ സ്ഥാനം അവർ അംഗീകരിക്കുമ്പോൾ തന്നെ പിതാവ് എല്ലാ കാര്യവും പുത്രനോട് പങ്കുവയ്ക്കുന്നു. പുത്രനറിയാത്തതൊന്നും പിതാവിൻ്റെ ജീവിതത്തിലില്ല. ഒരു സമൂഹ ജീവിതത്തിൻ്റെ ദിവ്യമായ പാഠമാണത്, അല്ലേ? അവിടെ പുത്രൻ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സ്ഥാനം പിതാവിനുണ്ട്. എന്നാൽ ആ പിതാവ് എല്ലാം കൽപ്പിക്കുകയല്ല. അവർ സത്തയിൽ ഒന്നായിരിക്കുന്നതിനാൽ പുത്രനറിയാത്തതൊന്നും പിതാവിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്ന് ചിന്തിക്കുന്ന ഒരു പുത്രനാണ് അവിടെ ഉള്ളത്, അല്ലേ? പരിശുദ്ധാത്മാവാകട്ടെ ഇവരുടെ സ്നേഹത്തിൻ്റെ വ്യക്തിരൂപമായി നിലകൊള്ളുന്നയാളാണ്. അപ്പോൾ സമ്പൂർണമായ കൂട്ടായ്മ. 3 പേര് ചേർന്നാൽ ഉടനെ വഴക്കും ബഹളവും തുടങ്ങുന്ന നമ്മുടെ സമൂഹങ്ങൾ പലപ്പോഴും 3 ചേർന്നാൽ 30 അഭിപ്രായമാണ് നമ്മുടെ നാട്ടിൽ, അല്ലേ? ഈ കൂട്ടായ്മ, നമ്മൾ 3 പേര് ചേർന്ന 30 അഭിപ്രായമാണ്. പക്ഷേ ത്രിത്വത്തെ മാതൃകയാക്കുമ്പോൾ 3 പേർക്കും ഒരേ അഭിപ്രായം. അതുപോലെ ജീവിച്ചു തുടങ്ങണം എന്നാണ് മതബോധന ഗ്രന്ഥം സമൂഹ ജീവിതത്തിൻ്റെ മുഴുവനും ശ്രേഷ്ഠമായ നിതാന്തമായ മാതൃകയായി പരിശുദ്ധ ത്രിത്വത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ കഠിനമായ വാചകത്തിലൂടെ മതബോധന ഗ്രന്ഥം ചെയ്യുന്നത്. ഓക്കെ, സിസ്റ്റർക്ക് ഉത്തരം വ്യക്തമായല്ലോ, അല്ലേ? ഓക്കെ, ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഞാൻ ചോദിക്കാം അച്ഛാ. ഓക്കെ, സാറിന്റെ പേരെന്താണ്? ഒരു ഷാജി ആന്റണി. ഷാജി സാറിന്റെ ചോദ്യം എന്താണ്? പിതാവേ, എന്തുകൊണ്ടാണ് മനുഷ്യവ്യക്തിയോട് ബന്ധപ്പെടുത്തി മാത്രമേ പൊതുനന്മയെ നിർവചിക്കാവൂ എന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ മറ്റു സൃഷ്ടികളുടെ പ്രാധാന്യം കുറയില്ലേ? ഇതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ?
യെസ്, ഷാജി സാറ് ചോദിച്ചത് മതബോധന ഗ്രന്ഥത്തിൽ സമൂഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതു നന്മ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് പറയുമ്പോൾ മനുഷ്യ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തി വേണം, അല്ലെങ്കിൽ മനുഷ്യ വ്യക്തിയുടെ മഹത്വത്തെ മുൻനിർത്തി വേണം പൊതു നന്മ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പൊതു നന്മയെ കരുതി രാഷ്ട്രം നടത്തുന്ന ചില ഇടപെടലുകളുണ്ട് വ്യക്തി ജീവിതത്തിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, രാജ്യം തീരുമാനിക്കുകയാണ് നിങ്ങളുടെ പറമ്പിൻ്റെ നടുവിലൂടെ നാഷണൽ ഹൈവേ പണിയാൻ തീരുമാനിച്ചു. രാജ്യത്തിന് അങ്ങനെ തീരുമാനിക്കാം. നിങ്ങളെ കോളറിന് പിടിച്ച് ഇറക്കി വിട്ടു, ഇവിടെ ഇനി താമസിക്കാൻ പറ്റില്ല, പിന്നെ എവിടെയാണ് ഞങ്ങൾ താമസിക്കേണ്ടത് അത് ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോണം എന്ന് പറഞ്ഞ് വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ അതിജീവനത്തെയും ഹനിക്കുന്ന രീതിയിൽ പൊതു നന്മയെ നിർവചിക്കാൻ പാടില്ല എന്നാണ് പറയുക. മനസ്സിലായോ? കാരണം ഈ പൊതു നന്മ, ഇപ്പോൾ ഹൈവേ ഉണ്ടാക്കുക എന്ന് പറയുന്ന പൊതു നന്മയാണ്. അതിനെക്കുറിച്ച് ആർക്കും സംശയമില്ല. കേരളത്തിൽ ആകെ കുറച്ച് സ്ഥലമുണ്ട്, ഒരുപാട് മനുഷ്യരുമുണ്ട്. അതുകൊണ്ട് ഒരു റോഡ് വെട്ടുക എന്നൊക്കെ പറയുന്നത് ഇവിടെ വലിയ വിവാദങ്ങളാണ് പലപ്പോഴും. ഹൈവേ വികസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു 10-30 കൊല്ലമായി വികസിപ്പിക്കാൻ നോക്കിയിട്ട് ഹൈവേ ചുരുങ്ങി വരികയാണ് കേരളത്തിൽ. അപ്പോൾ ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ പ്രശ്നമാണ്. പൊതു നന്മ എന്നുള്ളത് ഹൈവേ വികസിക്കണം, അത് പൊതു നന്മയാണ്. പക്ഷേ അതിൻ്റെ കരയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരവകാശവുമില്ല എന്ന മട്ടിൽ അവരെ കൈക്കല കൂടാതെ വാങ്ങിയെറിയാൻ പറ്റും എന്നാരും വിചാരിക്കരുത്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇവിടുത്തെ കോടതികൾ സംരക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലും പോയി എൻ്റെ പറമ്പിക്കട ഇതാ റോഡ് വെട്ടുന്നത് എനിക്ക് സ്റ്റേ തരണേ എന്ന് പറയുമ്പോൾ കോടതി അത് അനുവദിക്കാൻ കാര്യം എന്താണ്? ഈ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന പൊതു നന്മകളെ നമ്മൾ വിവേകത്തോടെ തിരിച്ചറിയണം, വിവേചിച്ചറിയണം എന്നാണ് മതബോധന ഗ്രന്ഥം പറയുന്നത്. അതിൽ വളരെ ആഴമുള്ള അർത്ഥമുണ്ട്. അതല്ല എങ്കിൽ സംഭവിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ, റഷ്യയിൽ, ചൈനയിൽ, കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതികളിൽ ഇതിന് വിരുദ്ധമായൊരു നിലപാടുണ്ട്. വ്യക്തി എന്ന് പറയുന്നത് അപ്രസക്തനാണ്, രാഷ്ട്രമാണ് പ്രസക്തം. അതുകൊണ്ട് രാഷ്ട്രത്തിന് വേണ്ടി വ്യക്തിയുടെ ഏത് അവകാശവും രാഷ്ട്രത്തിന് കവർന്നെടുക്കാം എന്ന് ചിന്തിക്കുന്ന ചൈനയിലെ മാവോയുടെ കാലത്തോ അതല്ല എങ്കിൽ റഷ്യയിൽ സ്റ്റാലിൻ്റെ കാലത്തോ ഒക്കെ അപ്രകാരമുള്ള ചില നിലപാടുകളുണ്ടായിരുന്നു. അത് അപകടകരമാണ്. കാരണം എന്താണ്? വ്യക്തിയെ അവഗണിക്കുന്ന ഒരു പൊതുനന്മ സങ്കല്പം എപ്പോഴും ദോഷകരമായി തീരും. കാരണം കുറേ പേര് അതിന് കൈയടിക്കാനുണ്ടാവും. നാട്ടിൽ ഹൈവേ വരുന്നു, നല്ല കാര്യം, അതിനുവേണ്ടി വഴിയരികിലിരിക്കുന്നവനൊക്കെ എതിരേലും പോട്ടെ എന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ ഈ പൊതുനന്മയിൽ പങ്കാളിയാകാൻ വിളിക്കപ്പെടുന്ന വ്യക്തികളും ചിന്തിക്കണം. എന്താണ്? ഞാൻ മൂലം, എൻ്റെ സ്വാർത്ഥത മൂലം ഈ പൊതുനന്മ തടസ്സപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്യണം? പൊതുനന്മയെ ലക്ഷ്യമാക്കിയും തൻ്റെ വ്യക്തിപരമായ അവകാശങ്ങളെ പൊതുനന്മയുടെ വെളിച്ചത്തിൽ പുനർനിർവചിക്കാൻ തയ്യാറാകണം. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിക്കണം. അതുകൊണ്ട് ഹൈവേയുടെ അരികിൽ ജീവിക്കുന്ന മനുഷ്യനെ മാന്യമായി ജീവിക്കാൻ പോരുന്ന പറമ്പും വീടും ഉപജീവന മാർഗവും ആ വ്യക്തിക്ക് കണ്ടെത്തി കൊടുക്കുക എന്ന് പറയുന്നത് ഈ പൊതുനന്മ ലക്ഷ്യം വയ്ക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതാണ് മതബോധന ഗ്രന്ഥം പറയുന്നത്. അത് ചെയ്യാതെ മനുഷ്യനെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന രീതി ശരിയല്ല. അങ്ങനെ ചെയ്താൽ ആ വ്യക്തിയുടെ അവകാശത്തിന്മേലുള്ള അനാവശ്യമായ അന്യായമായ കടന്നുകയറ്റമാണ് നടത്തുന്നത് എന്നാണ് മതബോധന ഗ്രന്ഥം അർത്ഥമാക്കുന്നത്. സാറിന് ഉത്തരം വ്യക്തമായല്ലോ? മനസ്സിലായി. ഓക്കെ. പ്രേക്ഷകരായ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എഴുതി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട വിലാസം: To the producer, CCAT, Shalom Television, പെരുവണ്ണാമൂഴി PU, കോഴിക്കോട്. പിൻകോഡ് 673528. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.